ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി.സി ബുക്സിൽ നടപടി. പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്തു. ഇ.പിയുടെ ഗൂഢാലോചനാ പരാതിയിൽ പോലീസ് ഡി.സി ബുക്സ് ഉടമ രവി ഡി.സിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു. മൊഴിയെടുപ്പിന് പിന്നാലെ ഇ.പിയുമായി കരാറുണ്ടെന്ന സൂചന നൽകുന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി ഡി.സി ബുക്സ് രംഗത്തെത്തി. രാകേഷ് എമ്മിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ഡിവൈഎസ്പി കെ.ജി. അനീഷാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ഡി.സി രവിയുടെ മൊഴിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇ.പി. ജയരാജൻ DGPക്ക് പരാതി നൽകിയിരുന്നു. DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കോട്ടയം SP ഷാഹുൽ ഹമീദിനെ അന്വേഷണം ഏൽപ്പിക്കുന്നത്. അതിനെ തുടർന്നാണ് കോട്ടയം ഡിവൈഎസ്പി നവംബർ 21-ന് ഇ.പി. ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തനിക്ക് ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അപകീർത്തിയുണ്ടാക്കിയെന്നുള്ളതാണ് പ്രധാന പരാതി. ഒപ്പം തന്നെ ഇ.പി. ജയരാജൻ 178 പേജുകളുള്ള PDF എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്നും പറഞ്ഞിരുന്നു. കരാറില്ലാതെയാണ് പ്രസാധനം നടത്തുന്നു എന്നുള്ള തരത്തിൽ കവർ പുറത്തിറങ്ങിയത് എന്നുള്ളതായിരുന്നു പ്രധാന പരാതി. നേരത്തെ തന്നെ കോട്ടയം ഡിവൈഎസ്പി DC ബുക്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ DC രവി തനിക്ക് അവധി വേണം, താൻ ഇവിടെ ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിനോട് ഇതുവരെയും പറഞ്ഞിരുന്നത്. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് DC രവി കോട്ടയം DYSP ഓഫീസിലെത്തി കെ.ജി. അനീഷിന് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ മൊഴി അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജീവനക്കാർ നൽകിയ മൊഴിയോട് സാമ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം ഉണ്ടായിരുന്നു, എന്നാൽ കരാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് മൊഴിയായി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ മൊഴിയെടുപ്പിന് ശേഷം ഇത്തരം വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ DC ബുക്സ് ഒരു റിലീസ് പുറത്തിറക്കുകയുണ്ടായി. ഈ റിലീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന പത്രവാർത്തകൾ അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ അത് തീർത്തും തെറ്റാണ് എന്നുള്ള കാര്യവും പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം തന്നെ ഏതൊരു തരത്തിലുള്ള പ്രസാധന നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് മാത്രമേ DC ബുക്സ് മുന്നോട്ട് പോകാറുള്ളൂ എന്ന കാര്യവും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല, അനുചിതമാണ് എന്നുള്ളതാണ് DC ബുക്സിൻ്റെ ഔദ്യോഗിക വിശദീകരണം. അതേസമയം തന്നെ DC ബുക്സ് ആഭ്യന്തരമായി അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിനൊടുവിൽ പ്രസാധന ചുമതലയുള്ള മേധാവിയെ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ DC ബുക്സ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 14 ദിവസത്തേക്കാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കെ.ജി. അനീഷിന് മുൻപാകെ DC രവി നൽകിയ ഈ ഒരു ഈ മൊഴിയെ തുടർന്ന് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്കായിരിക്കും കെ.ജി. അനീഷ് സമർപ്പിക്കുക. ശരി, ഏതായാലും DC ബുക്സ് നടപടി എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്